എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് തവണ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രാചീന ജീവിതം, മാറ്റങ്ങളുടെ ഇന്ത്യ എന്നീ 2 ചാപ്റ്ററുകളിലെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള സംസ്കാരങ്ങൾ ആവിർഭവിച്ചത് ഏതെല്ലാം നദികളുടെ തീരങ്ങളിലാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ സിന്ധു നദീതട സംസ്കാരം, ബി ഈജിപ്ഷ്യൻ സംസ്കാരം, സി ചൈനീസ് സംസ്കാരം. ഇതിൻ്റെ ആൻസർ ഉള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 13 ഇതിൻ്റെ ആൻസർ ഉള്ളത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിതിന് എന്ത് ആൻസർ ചെയ്താൽ മതി? ഏതൊക്കെയാണ് നദികളെന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ നദീതട സംസ്കാരങ്ങൾ, നദികൾ എന്നീ പറഞ്ഞ 2 കോളങ്ങൾ നമുക്ക് കാണാം. ഇതിൽ സിന്ധു നദീതട സംസ്കാരം സിന്ധു നദിയുടെ തീരത്താണ്. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്താണ്. ചൈനീസ് സംസ്കാരം ഒയാഹോ നദിയുടെ തീരത്താണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജൈനമതവും ബുദ്ധമതവും തമ്മിലുള്ള സാമ്യതകൾ എന്തെല്ലാം? പേജ് നമ്പർ 24 ഇതിൻ്റെ ആൻസർ ഉള്ളത്. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ജൈനമതവും ബുദ്ധമതവും തമ്മിലുള്ള സാമ്യതകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെയാണ് സാമ്യതകളുള്ളത്? അഹിംസക്ക് പ്രാധാന്യം നൽകി. ബുദ്ധമതത്തിൽ അഹിംസയായിരുന്നു പ്രധാന തത്വം. അതാണ് ഒന്നാമത്തെ സാമ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തത് വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ബുദ്ധമതത്തിൽ ആചാരങ്ങളെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകി. അടുത്തതായിട്ടുള്ളത് ശിലാസ്തംഭങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു. ബുദ്ധമതത്തിൽ നിരവധി ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ, സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. ഇതാണ് പ്രധാനമായിട്ടും സാമ്യതകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ സവിശേഷതകളടങ്ങിയ ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യന് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 14, 15 ഭാഗങ്ങളിലാണ് സിന്ധു നദീ സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരം, അപ്പോൾ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നമ്മുടെ 15ാമത്തെ പേജിലാണ്.